നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ ഇന്ന് രാവിലെ ഇവിടെ ഷെർലിൻ വരുമെന്ന്? അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ. അതെ, ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബോയ്ഫ്രണ്ടിനെ കണ്ടില്ല. ഭയങ്കര അഹങ്കാരിയാ. ഇന്നും ആറ്റിറ്റ്യൂഡ് കാണിക്കുമായിരുന്നു. ഞങ്ങള് തമ്മിൽ വീണ്ടും വഴക്കുണ്ടായി. പിന്നെ ഇപ്പോ ഡോക്ടർ സീമയോടൊപ്പം ഉണ്ടെന്ന് തോന്നുന്നു. ഇൻഫാക്ട് പേഷ്യൻസും വെയിറ്റ് ചെയ്തിരിക്കുക. ഡോക്ടർ സീമ പറഞ്ഞു കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ. കാരണം അവരിപ്പോ ഡോക്ടർ സീമയോടൊപ്പം ബിസിയാണ്. ഓക്കേ, താങ്ക് യു. സർ, സെൽഫി. ഭാവന നമ്മളിപ്പോ സഹായിച്ചല്ലേ, ഒരു സെൽഫി എടുത്തോട്ടെ. ജസ്റ്റ് 1 സെക്കൻഡ്. കം. സർ, ഒന്ന് സ്മൈൽ ചെയ്യോ? ഒന്ന് മാറി നിൽക്കാവോ മാം, പ്ലീസ്? ഇവരെങ്ങാനും ഷെർലിനെ ഡോക്ടറുടെ അടുത്ത് കണ്ടാൽ ഞങ്ങളുടെ കളി മുഴുവൻ ഇവിടെ തന്നെ അവസാനിക്കും. എനിക്ക് ഷെർലിനെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റിയേ പറ്റൂ. പക്ഷെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഒന്ന് മതിയാക്ക ഭാവന, മെമ്മറി ഫുള്ളാവും. എടുത്തു കഴിഞ്ഞോ? ഇനി പോവാം. ഐ വിൽ സീ യു. ഷെർലിൻ, നീ ചേഞ്ച് ചെയ്തിട്ട് വാ, ഞാൻ നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓ ഗോഡ്, കിരീടം പ്രീതി എന്നെ എങ്ങാനും ഇവിടെ കണ്ടാ പിന്നെ ഞാൻ പെട്ടത് തന്നെ. ഇനി അവരെങ്ങാനും ഷെർലിനെ ഡോക്ടറെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും പെടും. എന്ത് ചെയ്യും? ഇപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഒളിക്കാൻ പറ്റിയ ഒരു സേഫ് ആയ സ്ഥലം കണ്ടെത്തണം. എന്നിട്ട് അവിടെ നിന്ന് ഷെർലിനെ ഫോൺ ചെയ്ത് അലേർട്ട് ആക്കണം കിരീടം പ്രീതി ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ള കാര്യം. അത് തന്നെ. അയ്യോ, ഒളിക്കാനാണെങ്കിൽ എവിടെ ഒളിക്കും? നല്ല സ്ഥലമൊന്നും കാണുന്നില്ലല്ലോ. അവളുടെ വീട്ടിൽ നിന്നുള്ള ഫോണായിരിക്കും. ചിലപ്പോ അവരുടെ വീട്ടുകാർ വിഷമിച്ചിരിക്കുമായിരിക്കും. ഹലോ ബേബി, കേൾക്ക്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കിരണും പ്രീതി അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും ഡോക്ടറുടെ അടുക്കലാണ് വരുന്നത്. അവരെങ്ങാനും നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാനാണ് പോകുന്നതെന്ന്. എങ്കിൽ പിന്നെ നമ്മുടെ രണ്ടുപേരുടെ കാര്യം പോക്കാം. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് ചെയ്തിരിക്കണം ബേബി. ഐ ഹോപ്പ് നിന്റെ അബോർഷൻ കഴിഞ്ഞല്ലോ അല്ലേ? ഇല്ലേ? ഓക്കെ. ഇനി അത് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ അബോർഷൻ നടത്തിക്കുക. അബോർഷൻ കഴിഞ്ഞില്ലെങ്കിൽ ഡോക്ടറോട് പറയണം, ഡോക്ടറുടെ വാ അടച്ചു വെച്ചോളൂ. കിരണും പ്രീതി അങ്ങോട്ടെങ്ങാനും വന്നാൽ ഡോക്ടർ അവരോട് മിണ്ടാൻ പോലും അനുവദിക്കരുത്. എന്താ നീ പറയുന്നത്? ബേബി, ഇനി നീ എങ്ങനെ കുഞ്ഞിന് ജന്മം കൊടുക്കാനാ പോകുന്നെങ്കിൽ അത് നമ്മുടെ നാശത്തിനായിരിക്കും. പറഞ്ഞേക്കാം. നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ബേബി, പ്ലീസ് ബി വെരി കെയർഫുൾ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ. ഡോക്ടർ സീമയാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഈ പാവം പെൺകുട്ടിയെ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുകയാണല്ലേ. ഈ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നോക്ക്, ഇവളോടുള്ള ഭീഷണി നിർത്തിക്കോ. അവൾ അമ്മയാകാൻ പോവാണ്, മനസ്സിലായോ? നിങ്ങൾ കാരണം ആ പെൺകുട്ടിയുടെ ജീവനാണ് അപകടത്തിലാകാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ ഭീഷണി തുടരുകയാണെങ്കിൽ ഞാൻ ഇത് പോലീസിനെ അറിയിക്കും. അല്ല മാം, അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മാമിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. അതെ, നിങ്ങൾ എന്ത് കഴിവുകെട്ട മനുഷ്യനാ. നിന്റെ ഉള്ളിൽ മനുഷ്യത്തെ എന്തൊരു സാധനം ഉണ്ടോ? പിറക്ക് മുൻപ് തന്നെ ഒരു നിരപരാധിയെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നോ? നോക്ക് ഡോക്ടർ, കുറെ നേരമായി ഞാൻ നിങ്ങളുടെ വർത്തമാനം കേൾക്കുന്നു. കുറെ ആയി സഹിക്കുന്നു. ഇനി അത് പറ്റില്ല. ജസ്റ്റ് ഗിവ് ദ ഫോൺ ടു ഷെർലിൻ റൈറ്റ് നൗ. ഡു യു അണ്ടർസ്റ്റാൻഡ്? എന്തിനാ അവളെ കൂടുതൽ പ്രഷർ ചെയ്യാനോ? ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കുന്നില്ല. ഹലോ. Damn it. എന്താ ഡോക്ടർ ഇനി പ്രോബ്ലം? ആ നഴ്സ് പറഞ്ഞു ഡോക്ടർ ഈ ക്യാബിനിലുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, നിന്റെ ഫോണിൽ ആരുടെയോ കോള് വന്നിരുന്നു. ആരുടെ കോളാ വന്നത്? അതെനിക്കറിയില്ല. പക്ഷെ ആരായാലും അവർ നിന്നെ ആപത്തിൽപ്പെടുത്താനാണ് നോക്കുന്നത്. അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഷെർലിൻ, നിന്നെ ആരെങ്കിലും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയും. ഞാൻ നിന്റെ കൂടെ നിൽക്കാം. ഇൻഫാക്ട് നീ അവനെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് വേണ്ടത്. വേണ്ട, അത് ആ മനുഷ്യൻ അവൻ പറയുന്നത് കേട്ടതൊന്നും നീ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് സംസാരം. പേര് പറഞ്ഞിരുന്നോ ആരാ വിളിച്ചതെന്ന്? ഇല്ല, അത് ഫോൺ അറ്റൻഡ് ചെയ്തപ്പോ ഞാൻ പേര് കണ്ടില്ല. പക്ഷെ അത് ആരാണെങ്കിലും നിനക്കത് അപകടമാണ്. നീ എന്നോട് ശരിക്കും സത്യം പറയും.
ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ? യെസ് ഡോക്ടർ. ഹലോ, വാട്സ്ആപ്പ് നിനക്ക് എന്ത് പറ്റിയടി? എനിക്കെന്ത് പറ്റാനാ? അല്ല, എന്തോ പറ്റിയ പോലാണല്ലോ നിന്നെ കാണുമ്പോ. അവിടെ വെച്ച് എന്തെങ്കിലും പറ്റിയോ നിനക്ക്? എന്ത് പറ്റിയെന്ന്? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. പക്ഷെ എനിക്കൊരു ഫീലിംഗ് എന്ന് വെച്ചാ സോൾഡ് ഫീലിംഗ് ആക്ച്വലി. അതായത് അവിടെ നിനക്ക് എന്തോ സംഭവിച്ച പോലെ. എന്താടി സംഭവിച്ചത്? നോക്ക്, എനിക്ക് എന്ത് ഫീൽ ചെയ്തെന്നാണ് നിനക്ക് ഫീൽ ചെയ്തത്? അത് പിന്നെ മനസ്സിൽ എന്തൊക്കെയോ പോലെ. എന്തൊക്കെയോ പോലെയോ? നീ ഉദ്ദേശിച്ച കാര്യത്തിന് നിന്റെ ഡിക്ഷണറിയിൽ ഒരു പേര് കാണുമല്ലോ. പേരുണ്ടല്ലോ മോളെ, ജലസി പെണ്ണ്. ജലസി? അതും എനിക്ക്? ഒരിക്കലും ഇല്ല. ഞാൻ എന്തിനാ ജലസാകുന്ന? ഓ റിയലി പ്രീത അറക്കൽ? ഞാൻ എന്തിനാ ജലസാവുന്നേ പോലും. ഐ മീൻ, ആ റിസപ്ഷനിസ്റ്റ് ഭാവന എന്റെ കൂടെ നിന്ന് സെൽഫി എടുത്തപ്പോ എന്നെ തൊട്ടു നിന്നപ്പോ നിനക്ക് വല്ലാണ്ട് ജലസായില്ലേ? എനിക്ക് ഒരു ജലസും ഇല്ലായിരുന്നു. നോക്ക് കിരൺ നമ്പ്യാർ, ഏതെങ്കിലും പെൺകുട്ടി നിന്റെ അടുത്ത് നിൽക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ആ പാവം പെൺകുട്ടിയോട് സഹതാപോ തോന്നാറ്, അല്ലാണ്ട് ജലസ് തോന്നാറില്ല. ഓ സഹതാപാണോടി? ശരി, ആ പെണ്ണിന്റെ തോളി കൈവച്ചിതാ തൊട്ടു നിന്ന് സെൽഫി എടുത്തപ്പോ നീ വല്ലാണ്ട് ജലസായിരുന്നു പ്രീത അറക്കൽ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പോടി കള്ളി. കള്ളിയെന്നോ? ആരാ കള്ളി? അല്ല, നിനക്ക് എന്താ മനസ്സിലാവാതെ? എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത്ര പോലും പ്രശ്നമില്ല, ഇതിന്റെ അത്ര പോലും പ്രശ്നമില്ല. സീരിയസ്ലി. എടി, അപ്പൊ നീ ജലസായില്ലേ? അവൾ എന്റെ കൂടെ നിന്ന് സെൽഫി എടുത്തപ്പോ? ആരോ ക്രേസി? ഒരിക്കലും ഇല്ല. നോക്ക്, ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്യാം. നീ ഇൻവോൾവ് ആയിരിക്കുന്നിടത്ത് ഞാൻ ഒരിക്കലും ജലസ് ആകാൻ പോകുന്നേ ഇല്ല. ഇംപോസിബിൾ. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നീ നിന്റെ തലയിൽ എടുത്ത് കളഞ്ഞേക്കും. അതുപോലെ ഈ ഭാവനെ പോലുള്ള പെൺകുട്ടികൾ നിന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നെ എപ്പോഴെങ്കിലും നീ അങ്ങനെ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ? സൃഷ്ടി എപ്പോഴും നിന്നെ കിരൺ സാർ എന്ന് വിളിച്ചോണ്ട് നടക്കാറില്ലേ? ഞാൻ എപ്പോഴെങ്കിലും നിന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഇത്രയും തല തിരിഞ്ഞൊരു പയ്യനെ ആരെങ്കിലും അങ്ങനെ വിളിക്കോ? ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾ നിന്നെ ഹോട്ട് ആയിട്ടാ കാണുന്നത്. അത് ശരിക്കും അങ്ങനെയാണെന്നാണ് നിന്റെ വിചാരം? അങ്ങനെയല്ലേ? പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും നിന്നെ ഹാൻസം എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് പറയും? ഇല്ലല്ലോ. പിന്നെന്താ? നോക്കെന്നെ കിരൺ നമ്പ്യാരെ, ഞാൻ ഒരിക്കലും നിന്നെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. ശരി, എനിക്ക് നിന്നോട് ചിലപ്പോ ദേഷ്യം വരാറുണ്ട്. അല്ല, എത്ര തവണ നീ എന്റെ കൈ പിടിച്ച് ചോദിച്ചിട്ടുണ്ട് എന്തേലും ഫീൽ ചെയ്യുന്നുണ്ടോന്ന്? നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നേ? നത്തിങ്. മണ്ണാങ്കട്ട. സീറോ. ഒന്നും തന്നെ ഇല്ല. നോക്ക്, അത് നീ ഉണ്ടല്ലോ എന്റെ ഡ്രീം മാൻ ഒരിക്കലും ആവാൻ പോകുന്നില്ല. നീ എന്നോട് പറയാറില്ലേ, ഒരാളെ കാണുമ്പോ എനിക്ക് ഹൃദയത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നു. നീ അങ്ങനെ ഒരിക്കലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എല്ലാം മറന്നേക്ക്. ഇതൊക്കെ നീ നിന്റെ തലേന്ന് മാച്ചുകളയും. എന്റെ മുന്നില് ഡബിൾ ഡഫർ ഡോങ്കിയായി നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. എന്തായാലും ഇപ്പൊ ക്ലിയർ ആയല്ലോ? ആയില്ലേ? ഇനി പോവാലോ. ഇപ്പൊ എന്തിനും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും പറ്റിയോടി? പക്ഷെ ഇപ്പോ നിന്നിൽ എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാൻ പെണ്ണേ. ആർക്കറിയാം പ്രീത അറക്കൽ? ചിലപ്പോൾ ഞാനായിരിക്കും നിന്റെ ഡ്രീം മാൻ. പക്ഷെ ഞാൻ ഇതുവരെ നിന്റെ സ്വപ്നത്തിൽ വന്നിട്ടില്ല അല്ലേ? ഒരു പക്ഷെ ചിലപ്പോൾ നിന്റെ ബുദ്ധി അത് ഹൃദയത്തിൽ പതിപ്പിക്കത്തെ ആയിരിക്കുമെന്നേ. പറയ് പ്രീത അറക്കൽ, എൻ്റെ അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വല്ലാത്തൊരു ഫീലിംഗ്.
പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ ഇല്ലെന്ന്. ശരി, ഓക്കെ. നിനക്ക് ഞാൻ അടുത്ത് വന്നെന്നും പറഞ്ഞും ഒരു ഫീലിംഗ് ഉണ്ടാവുന്നില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. എനിക്കും നീ അടുത്ത് വന്നെന്നും പറഞ്ഞും ഒരു ഫീലിംഗ് ഉണ്ടാവുന്നില്ല. കറക്റ്റ്. വേഗം വന്ന കാര്യം ചെയ്യാം. എക്സ്ക്യൂസ് മീ. ഹലോ ഷെർലിൻ ബേബി, കേൾക്കുന്നുണ്ടോ? എടാ നിനക്കത് ഭ്രാന്തായോ? കാര്യം പറയുന്നതിന് മുന്നേ ആരോടാ സംസാരിക്കുന്നതെന്ന് നോക്കണ്ടേ? നീ ഡോക്ടറിനോട് എന്താ പറഞ്ഞത്? അവർ ഇത്രയും ദേഷ്യപ്പെടാൻ മാത്രം. Just shut up. ഞാനിപ്പോ പറയാൻ പോകുന്ന നിന്റെ പൊട്ടത്തരങ്ങളെക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചു കേട്ടോ. കിരണും പ്രീതയും അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പൊ തന്നെ ഡോക്ടർ സീമയുടെ ക്യാബിനിലേക്ക് വരും നിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി. നോക്ക്, പ്ലീസ് ബി വെരി കെയർഫുൾ, ഓക്കെ? അവിടെ നിന്ന് നീ ഇപ്പൊ തന്നെ പുറത്തേക്ക് വാ. ഇപ്പൊ തന്നെ പുറത്തേക്ക് വന്നോ, ഇല്ലെങ്കിൽ നീ പെടും. അവരവിടെ എത്തിയാൽ പോലും ഡോക്ടറോട് ഒന്നും മിണ്ടി പോകരുത് പറ. അവരോട് കിരണോട് പ്രീതയോട് ഒന്നും പറയില്ലെന്ന് പറയണം. ഞാൻ ഡോക്ടറിനോട് എന്ത് പറയും? അവര് സമ്മതിക്കോ കിരണോട് പ്രിയതയോട് ഒന്നും പറയില്ലെന്ന്? ഞാൻ എന്ത് അധികാരത്തിൽ അവരോട് പറയും? എവിടെ പോയി ഷെർലിൻ കുമാറിന്റെ ടാലന്റ്? നോക്ക്, നീ ആക്ട് ചെയ്യ് ബേബി. ഡോക്ടറിന്റെ മുന്നിൽ ഒരു പാവം പെൺകുട്ടിയായി മാറ്. ഏകാഗിയായ ഒരു നല്ല പെൺകുട്ടിയായി ആക്ട് ചെയ്യ്. എന്തെങ്കിലും ചെയ്യ്. കരയുകയോ കാലിൽ വീഴുകയോ എന്തെങ്കിലും ചെയ്യ്. Just tell her not to say a single word. കിരണിനോട് പ്രീതയോട് ഒന്നും പറയാൻ പാടില്ല. മറിച്ചാണെങ്കിൽ നമ്മുടെ ഗെയിം ദ എൻഡ് ആകും. ഇതിപ്പോ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. നീ എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. ഡു യു അണ്ടർസ്റ്റാൻഡ്? പ്ലീസ് ബേബി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇനി അവരെങ്ങാനും നീ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അവിടെ തീരും. വി വിൽ ബി ഫിനിഷ്ഡ്. നിന്റെ എന്റെ കഥ കഴിയും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഈ റൂമ അവൾ നമ്മളോട് പറഞ്ഞത്. ഡോക്ടർ സീമ ഇവിടെ കാണും. ഷെർലിനെ ഡോക്ടർ സീമ തന്നെ നേരത്തെയും എക്സാമിൻ ചെയ്തത്. അതായത് ഷെർലിൻ അകത്തുണ്ടാവുന്നല്ലേ? വാ വേഗം. പക്ഷെ ശ്രദ്ധിച്ചു, ഓക്കെ? ഡോക്ടർ മെറ്റേണിറ്റി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. അതുകൊണ്ട് പ്ലീസ് ദേഷ്യത്തോടെ ഒന്നും തന്നെ പറയരുത്. അതുപോലെ ഹോസ്പിറ്റലിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അത് നിന്റെ മനസ്സിൽ ഓർമ്മ ഉണ്ടായിരിക്കണം. കഴിഞ്ഞോ? എനിക്കറിയാവടി. വാ നടക്കാം. ഹലോ ബേബി, എന്തു പറ്റി? ബേബി പറ, അവര് വന്നോ? നീ ഒളിച്ചിരിക്കല്ലേ? പറ. ഹലോ ഷെർലിൻ, നീ കേൾക്കുന്നുണ്ടോ? നിനക്കത് വട്ടായത് ഹോസ്പിറ്റലാണ്. ഡോക്ടർ സീമ. ഇപ്പൊ ആരാ വന്നിരിക്കുന്നേ? നിങ്ങൾ വാതിൽ തുറക്കരുത്. എന്താ നിനക്കറിയോ പുറത്ത് നിൽക്കുന്ന ആളെ? ഇല്ല, പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് പുറത്ത് നിൽക്കുന്നത് ആരായാലും അവര് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. പേരില്ലാതാക്കാൻ വന്നതാണ്. പ്ലീസ് ഡോക്ടർ. ഡോക്ടർ സീമ. ഹലോ ഷെർലിൻ ബേബി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഒളിച്ചിരിക്കല്ലേ? പ്ലീസ് ബി സേഫ്, ഓക്കെ? എന്ത് സംഭവിച്ചാൽ നീ അവർക്ക് പിടികൊടുക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിന്നെ പിന്നെ ഫോൺ ചെയ്യാം. ഹായ് ഡോക്ടർ. യെസ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്?
നോക്ക്, എന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെക്കപ്പിനാണ് വന്നതെങ്കിൽ കുറച്ചു നേരം കൂടി പുറത്ത് വെയിറ്റ് ചെയ്യൂ. നോ നോ നോ, ഇവക്ക് ചെക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ. ഐ മീൻ ഷീസ് ക്വൈറ്റ് ഹെൽത്തി. ഞങ്ങൾക്ക് ഡോക്ടർ ആരെയാണോ അകത്ത് ചെക്കപ്പ് ചെയ്യുന്നത് അവരുടെ ചെക്കപ്പ് നിങ്ങൾക്ക് വേണ്ടത്. തോന്നിയ പോലെ ഇങ്ങനെ അകത്തേക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ഡോക്ടർ ആക്ച്വലി അത് സോറി ബേബി ഡോൾ. ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എനിക്ക് നിന്നോടിപ്പോ ചെയ്യേണ്ടി വരും. Damn it. ഷെർലിൻ ബേബി കോള് കിട്ടിയതല്ലോ. അതിനർത്ഥം എന്തോ കുഴപ്പമുണ്ട്. ഷെർലിൻ ബേബി 100% എന്തോ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവളെ സഹായിക്കാൻ പോണോ? ഇല്ല, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ ഇനി അങ്ങോട്ടേക്ക് ചെന്നാൽ ആരെങ്കിലും എന്നെ കണ്ടാൽ, കിരണും പ്രീത എന്നെ അവിടെ കണ്ടാൽ എന്റെ കാര്യം പോക്ക. എല്ലാം അവിടെ കൊണ്ട് തന്നെ തീരും. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. സ്മൈൽ തലയിൽ ഇപ്പൊ എന്താണാവോ ചിന്തിച്ചു കൂട്ടുന്നേ? അല്ല, ഡോക്ടർ പറഞ്ഞ പിന്നെ ഇവിടുന്ന് പോയല്ലേ പറ്റൂ നമുക്ക്. ഗുഡ്, ഫൈനലി നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. പ്ലീസ് ഗോ. യാ, ലെറ്റ്സ് ഗോ.